റെസിൻ വർക്ക് ചെയ്യുന്നവരെ പേടി സ്വപ്നമായിട്ട് വരുന്ന സംഭവമാണ് ഇതുപോലുള്ള ഈച്ച ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ നമ്മളെ വർക്കിൽ വന്ന് വീണത്. കംപ്ലീറ്റ് ഡ്രൈ ആവണതിന് മുന്നെയാണ് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെടുത്ത് കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ഗൺ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നോർമലായിട്ട് കിട്ടും. കണ്ടോ, കറക്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ. അതല്ല ഡ്രൈ ആയതിനു ശേഷമാണെന്നുണ്ടെങ്കിൽ സാൻഡ് പേപ്പർ വെച്ചിട്ട് ഉരച്ച് കളഞ്ഞ് അതിനുശേഷം വീണ്ടും ക്ലിയർ റെസിൻ ഒഴിച്ചായിട്ട് സെറ്റ് ആക്കി എടുക്കണം. ഇതുപോലത്തെ കുറേ സംഭവങ്ങൾ റെസിനായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് മിസ്റ്റേക്ക് ആയിട്ട് വരാൻ ചാൻസുകളുണ്ട്. ചിലപ്പോൾ വർക്ക് ചെയ്തതിന് ശേഷം അതിന്റെ മേലെ വൈറ്റ് കളറിലൊരു സംഭവം ഉണ്ടാവും, അതിന് പറയുന്നതാണ് വൈറ്റ് കാസ്റ്റ്. പിന്നെ മോൾഡിലല്ലാത്ത വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ ഒലിച്ച് താഴേക്ക് ഡ്രിപ്പ് ആയിട്ട് പോവുകയാണെങ്കിൽ വുഡിന്റെ ബാക്കിലൊക്കെ ആകെ റെസിനൊക്കെ ആയിട്ട് ഇതാവാൻ ചാൻസ് ഉണ്ട്. ഇതുപോലുള്ള കുറെ സംഭവങ്ങൾ റെസിൻ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും. എല്ലാത്തിനും അതിൻ്റെതായ പരിഹാരങ്ങളുണ്ട്. നമ്മളിങ്ങനെ എക്സ്പീരിയൻസ് ആവുന്നതനുസരിച്ചിട്ടൊക്കെ നമുക്കത് നേടിയെടുക്കാൻ പറ്റും. എനിക്ക് വന്നൊരു പറമല പ്രിസർവേഷൻ്റെ ഒരു വർക്കാണ്. നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അത്യാവശ്യം ഡ്രൈ ആയിട്ടുള്ള ഒരു ഫ്ലവർ ആയിരുന്നത്. പക്ഷേ ഇത് വർക്ക് ചെയ്തതിനപ്പോൾ നല്ല ഭംഗിയിലാണ് കാണാൻ. നിങ്ങൾക്ക് അതിൽ ഇതുപോലെ വെഡിങ്ങിന്റെ ഫർമലാസ് ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് ഡീറ്റെയിൽസിന് ഇടുകയും ചെയ്താൽ മതി. നമുക്ക് ഇതുപോലത്തെ വർക്കൊക്കെ ചെയ്ത് നല്ല മെമ്മറബിൾ ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ